അതായി പുതിയ ദൃശ്യങ്ങൾ എത്തുകയാണ്. കുത്തിയൊലിക്കുന്നു മണ്ണും വെള്ളവും അടങ്ങുന്ന മണ്ണിടിച്ചിലിന്റെ ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. അതാ കുത്തിയൊലിച്ചാണ് റോഡിലേക്ക് ആ തുരങ്കപാതയുടെ മുഖത്തേക്ക് നോക്കൂ. തീർച്ചയായും, അതായത് ജോഷില, വളരെ ഭീകരമായൊരു മണ്ണിടിച്ചിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ അതിൻ്റെ ഭീകരതയെ സൂചിപ്പിക്കുന്നത്. കാരണം പെട്ടെന്ന് ശാന്തമായൊരു സാഹചര്യത്തിൽ നിന്നും കുത്തിയൊലിക്കുകയാണ്, മണ്ണും വെള്ളവുമായി വന്ന് പതിക്കുകയാണ്. ഓടറ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചിന്നിച്ചിതറി ഓടുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഒരു മണ്ണിടിച്ചിൽ നോക്കൂ. ആ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ ഭീകരാവസ്ഥ വിവരിക്കുന്നു. ജോഷില, വലിയ ഭീകരാവസ്ഥയിൽ തന്നെയാണ് ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ അത്തരത്തിൽ ആളുകളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ നമുക്കറിയാം നേരത്തെ തന്നെ എങ്ങനെയാണ് ഒരു മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ആ രീതിയിൽ തന്നെ ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരാൾ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ രക്ഷപ്പെടുത്തിയവരിൽ ഒരാൾ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം, വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ജിംഷാദ്, അതായത് ഔദ്യോഗികമായ കണക്കിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ഏറ്റവും ഒടുവിൽ 3 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എല്ലാം കൂടെ ചേർത്ത് 5 പേർക്കാണ് പരിക്കേറ്റുള്ളത്. പക്ഷെ അതിൽ ഒരാളുടെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു സൂചനയായി ജോഷില നൽകുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതിൽ ഒരാളുടെ കാര്യത്തിലാണ് ഇപ്പോൾ സൂചന ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ അപകടങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൽ ചൂരൽമലയുടെ അത്രയേറെ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയില്ല. ജനവാസ മേഖലയല്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും അവിടെ ഞങ്ങൾ എത്തുന്നതേ ഉള്ളൂ, എത്താൻ പോകുന്നു. കൂടുതൽ വിവരങ്ങൾ അപ്പോൾ കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ആ പ്രദേശമാകെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മണ്ണിറങ്ങി റോഡ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആ പ്രദേശം ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. സ്വാഭാവികമായും അവിടേക്കുള്ള രക്ഷാപ്രവർത്തനം അതുകൊണ്ട് തന്നെ മന്ദീഭവിക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇടപെടലുകൾ, മുഖ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ എത്തുന്നു. 3 മന്ത്രിമാർ അവിടേക്ക് ഡയറക്റ്റ് ചെന്ന് നേരിട്ടുള്ള ഏകോപനത്തിനായി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കൂടുതൽ NDRF സംഘത്തെ, സമീപ പ്രദേശങ്ങളിലുള്ള NDRF സംഘത്തെ കൂടുതലായി അവിടേക്ക് എത്തിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഭരണസംബന്ധിയായി ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ ഷീജ വിവരങ്ങളായി നൽകുന്നു. മണ്ണിടിയുന്നതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ കൂടി എത്തുമ്പോഴാണ് ഈ തുരങ്കപാതയ്ക്ക് സമീപത്തുള്ള മണ്ണിടിച്ചിൽ എത്രത്തോളം ഭീകരാവസ്ഥയിലാണ് അത് പൊട്ടി വീണത്, ആ മണ്ണ് പൊട്ടി വീണത് എന്നുള്ളത് മനസ്സിലാകാം. ഉയർന്ന ഭാഗത്ത് നിന്ന് മണ്ണ് വെള്ളവുമായി റോഡിലേക്ക് പതിക്കുകയാണ്, ഒന്നാകെ പതിക്കുകയാണ്. ആ അവസ്ഥയിൽ ചിന്നിച്ചിതറി ഓടുന്ന നാട്ടുകാരെയും നമുക്ക് കാണാം. നാട്ടുകാരാണോ വിനോദസഞ്ചാരികളാണോ? വിനോദസഞ്ചാരികളായിരിക്കും ഒരുപക്ഷെ ഈ ദൃശ്യം ദൂരെ നിന്നും പകർത്തിയത്. ഇങ്ങനെ ദൃശ്യം അവിടുത്തെ പ്രകൃതി ഭംഗി ദൂരെ നിന്ന് പകർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടാകുന്നത്. അങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ പതിയുന്നത്. അതിൻ്റെ ആ മണ്ണിടിച്ചിലിൻ്റെ ഭീകരമായൊരു സാഹചര്യം തന്നെയാണ് ആ ദൃശ്യങ്ങൾ സംവദിക്കുന്നത്. ജോഷില, ഈ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ എവിടേക്കാണ് കൊണ്ടുപോയത്? അടുത്തുള്ള ആശുപത്രി ഏതാണ്? മാത്രമല്ല, ഇതിൽ ഒരാളുടെ നിലയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ കൂടി എത്തുന്നൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? ഇതിനടുത്ത് വിംസ് ആശുപത്രിയാണുള്ളത്. വിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദുരന്തകാലത്തും വിംസ് ആശുപത്രിയായിരുന്നു ആദ്യം ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇതിൽ ഒരാളുടെ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മരിച്ചു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഒരു ആശങ്കയുണ്ട്. അങ്ങനെ ചില വിവരങ്ങൾ, ഔദ്യോഗികമല്ലാത്ത ചില വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ, കൽപ്പറ്റയിലടക്കം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജിംഷാദ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മന്ദീഭവിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്നാൽ പോലും ആളുകൾ അതൊന്നും തന്നെ വകവെക്കാതെ ഇപ്പോഴും ദ്രുതഗതിയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗങ്ങളും ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടേക്ക്, രക്ഷാപ്രവർത്തകർ ഒക്കെ തന്നെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജിംഷാദ്.
തീർച്ചയായും മേപ്പാടിക്ക് സമീപം കള്ളാടിയിൽ കള്ളാടിപ്പുഴയുടെ തീരത്ത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. അതായത് തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് അല്ലെങ്കിൽ നടക്കുന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. കോൺക്രീറ്റ് പാളി, മണ്ണിനോടൊപ്പം കോൺക്രീറ്റ് പാളി കൂടി നിലംപതിച്ചതോടുകൂടി നിരവധി പേർ അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ നിലയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായൊരു സാഹചര്യമാണെന്നാണ് അറിയാനാകുന്നത്. പക്ഷേ കൂടുതൽ പേരുണ്ടോ അവിടേക്ക് പരിശോധന പുരോഗമിക്കുകയാണ്. പക്ഷേ പര്യാപ്തമായ NDRF സംഘം, ദുരന്ത നിവാരണ സംഘങ്ങൾ അവിടെ പര്യാപ്തമായ തരത്തിലില്ലാത്തത് കൊണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്ന് DYFI പ്രവർത്തകൻ ഫ്രാൻസിസ് കൂടി അവിടെ നിന്ന് ഇപ്പോൾ ചേരുകയാണ്. ഫ്രാൻസിസ് ഈ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിയാമോ ഫ്രാൻസിസ്? ഇവിടെ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിപ്പോ ഇവിടെ എത്തി പരിശോധന തുടങ്ങുന്നുള്ളൂ. ഇവിടെ പിന്നെ ഒരു 150 മീറ്ററോളം സ്ഥലത്ത് റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പൂർണ്ണമായി മണ്ണ് വീണ് കിടക്കാണ്. ഇവിടെ പണിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, വാഹനം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മണ്ണ് മാറ്റിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയുള്ളൂ. ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് പാലം ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് മണ്ണ് വീണ് കിടക്കാണ്. ഞങ്ങളത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. JCB ഇപ്പൊ ഒരു JCB ഉള്ളൂ, ബാക്കി JCB വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റി നോക്കിയാൽ മാത്രമേ കൂടുതലായിട്ടുള്ള സിറ്റുവേഷൻ അറിയാം. എന്തായാലും കുറച്ച് സീരിയസ് ആയിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. ഈ പ്രദേശം ഒറ്റപ്പെട്ടോ? അതായത് പിന്നെ ചൂരൽമല പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെട്ടു. വീണ്ടും പ്രദേശം ഒറ്റപ്പെട്ടു. ചൂരൽമല പ്രദേശം വീണ്ടും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ചൂരൽമല, മുത്തുമല ഭാഗങ്ങൾ വീണ്ടും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇവിടത്തേക്കുള്ള പാലം, ആ പാലത്തിന്റെ 2 ഭാഗത്തും പൂർണ്ണമായി മണ്ണ് വീണ് വാഹനം അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യം ഉള്ളത്. അതാണ് അങ്ങനെ ഒറ്റപ്പെടുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമാണ്. നിങ്ങൾ DYFIക്കാരൊക്കെ അവിടെ ഉണ്ട് അല്ലേ? മണ്ണ് മാറ്റാനും അല്ല, മുമ്പും അങ്ങനെയായിരുന്നു. മണ്ണിടിച്ച് ചുരൽമല ദുരന്തത്തിലൊക്കെ KRFIക്ക് അടക്കമുള്ള നിങ്ങൾ DYFI ആയിരുന്നു സജീവമായി. ഓക്കെ രക്ഷാപ്രവർത്തനം നടക്കട്ടെ. ഓക്കെ ഫ്രാൻസിസ്. എന്തായാലും NDRF സംഘം ഉടൻ എത്തുമെന്ന വിവരം എത്തുന്നു. വലിയ ഇടപെടലുകൾ തിരുവനന്തപുരത്ത് നിന്നുണ്ടാകുന്നു. DYFI അവിടെ സജീവമായി രക്ഷാപ്രവർത്തനത്തിനുണ്ട്. മണ്ണ് ഇടിഞ്ഞ് പാലം തടസ്സപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി ഈ പ്രദേശം ഒറ്റപ്പെടുന്നു. സമീപ പ്രദേശങ്ങളായ ചൂരൽമല അടക്കമുള്ള, മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒറ്റപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അതിലേക്കൊക്കെ നിർണായകമാകുന്ന ഒരു പാലത്തിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. തീവ്രമായി മണ്ണ് മാറ്റി ആ യാത്ര സുഗമമാക്കാനും ആ ഒറ്റപ്പെടൽ മാറ്റാനുമുള്ള തീവ്രമായ പ്രവൃത്തിയിലാണ് DYFI പ്രവർത്തകർ. ഫ്രാൻസിസ് അവിടെ DYFI പ്രവർത്തകനാണ്. ഫ്രാൻസിസ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഈ ഇത്തരത്തിൽ മണ്ണ് മാറ്റുന്ന പ്രവൃത്തികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു JCB മാത്രമേ ഇപ്പോൾ ഉള്ളൂ, കൂടുതൽ എണ്ണം വേണം. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അത്ര നിസ്സാരമായി നമുക്ക് കാണാനാകാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ആൾപ്പാർപ്പ് കുറവായ ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം ഒഴിവായത് എന്നതുകൂടി ഫ്രാൻസിസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ യാത്രക്കാരും വിനോദസഞ്ചാരികളും തൊഴിലാളികളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മണ്ണിടിഞ്ഞ് എത്ര പേരാണ് അതിന് അടിയിൽപ്പെട്ടിട്ടുണ്ടാവുക, ഇതൊക്കെ അറിയാൻ ഇനിയും താമസിക്കുമെന്നുള്ളതാണ്. ഇനിയും അതിന് വൈകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും സ്ഥലത്ത് കൂടുതൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒറ്റപ്പെട്ട സാഹചര്യമാണ്. ഇപ്പോൾ ജോഷില, അതായത് ഫ്രാൻസിസ് അവിടുത്തെ നാട്ടുകാരനാണ്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. DYFI അവിടെ സജീവമായുണ്ട്. അതിലെ ഒരു അംഗമാണ് ഫ്രാൻസിസ് ഇപ്പോൾ പറയുന്നത് പ്രദേശമാകെ ഒറ്റപ്പെട്ട നിലയിലാണ്. ചൂരൽമല, മേപ്പാടി, ഈ കള്ളാടിയൊക്കെ പൂർണ്ണമായും ഒറ്റപ്പെടുന്നൊരു സാഹചര്യത്തിലാണ്. അവിടേക്ക് ബന്ധം സ്ഥാപിക്കുന്ന ഒരു പാലം, നിർണായകമായ പാലമാണ്, പാലത്തിന് മുകളിലാണ് ഈ മണ്ണ് വന്ന് വീണ് കിടക്കുന്നതെന്നാണ് ഫ്രാൻസിസ് അവിടെ നിന്ന് പറയുന്നത്. ജോഷില, സൂചിപ്പിച്ചത് പോലെ തന്നെ ഇവിടെ മേപ്പാടിയിൽ നിന്നും പോകുന്ന വഴി, ചൂരൽമലയിൽ പോകുന്ന വഴിയാണ് ഈ പാലവും, അതായത് മീനാക്ഷി പാലവും കള്ളാടി എന്ന പ്രദേശവും ഒക്കെ ഉള്ളത്. ആ പ്രദേശം, അതായത് മേപ്പാടിയിൽ നിന്നും ഈ ഇപ്പോൾ മണ്ണൊലിപ്പുണ്ടായ സ്ഥലത്തേക്ക് പോകാൻ വലിയ പ്രശ്നങ്ങളില്ല. മേപ്പാടി ടൗണിൽ നിന്നും അതുപോലെ തന്നെ വയനാട്ടിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാൻ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തെ ഭാഗമാണ് ഈ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങൾ ഒക്കെ തന്നെ, അട്ടമല ഒക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ. ആ ഭാഗത്തേക്ക് പോകാനുള്ള മാർഗമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഒറ്റപ്പെട്ട നില, അതായത് മേപ്പാടി ടൗണിൽ നിന്നും അവിടേക്ക് എത്തിച്ചേരാൻ ഇനി സാധിക്കില്ല. ആ രീതിയിൽ ഒറ്റപ്പെട്ട് എന്നാണ് ഫ്രാൻസിസ് സൂചിപ്പിച്ചത്. ഫ്രാൻസിസ് DYFIയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. DYFI പ്രവർത്തകരടക്കം രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് വാഹനങ്ങൾ എത്തുന്നത്
പോകുന്നതിന് തടസ്സമില്ല. എന്നാൽ പക്ഷേ മറ്റ് പ്രദേശങ്ങൾ ആകെ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. നേരത്തെ ദുരന്തം നടന്ന മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഭാഗങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് പോകാൻ സാധിക്കുകയില്ല. അതിനിടയിലാണ് ഈ സംഭവം. പേർ മണ്ണിനടിയിൽ കുടുങ്ങി 5 പേർ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് മറ്റ് ആളുകളെ, അതുപോലെ 5 പേരെ രക്ഷപ്പെടുത്തി. അതിൽ ഒരാളുടെ കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി ജോഷിലേക്ക് അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ. എന്തായാലും കള്ളാടി പുഴ കരകവിയുന്ന ഒരു സാഹചര്യത്തിൽ വയനാട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു. ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത്. 5 പേരാണ് അവിടെ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പേർ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ പരിശോധന തീവ്രമായി പുരോഗമിക്കുകയാണ്. മാത്രമല്ല ഈ ചൂരൽമലയും സമീപ പ്രദേശങ്ങളാണ്, ചൂരൽമലയും മേപ്പാടിയും ഒക്കെ. മാത്രമല്ല ഈ കള്ളാടി, ഈ മണ്ണിടിഞ്ഞ പ്രദേശവും മറ്റ് പ്രദേശങ്ങളുമായി ഒക്കെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. മണ്ണും കല്ലുമൊക്കെ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രദേശങ്ങളാകെ ചൂരൽമല, മേപ്പാടി, കള്ളാടി എന്നീ പ്രദേശങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെടാനാകാത്ത വിധം ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. അത് രക്ഷാപ്രവർത്തനത്തെ തീവ്രമായി ബാധിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയൊരു ആശങ്ക. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ആ പാലത്തിന് മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ, ആ രക്ഷാപ്രവർത്തന പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഫ്രാൻസിസ് തന്നെ ഇപ്പോൾ കൈരളി ന്യൂസിനോട് അത് പറയുകയും ചെയ്തു. തീവ്രമായ ശ്രമത്തിലാണ് അവിടുത്തെ റോഡ് സുഗമമാക്കാൻ. കാരണം കൂടുതൽ NDRF സംഘത്തിനെത്തേണ്ടതുണ്ട്, കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി വാഹനങ്ങൾ വേണ്ടതുണ്ട്. മാത്രമല്ല ഈ മണ്ണ് നീക്കാൻ ഇപ്പോൾ നിലവിൽ ഒരു JCB മാത്രമേ ഉള്ളൂ. കൂടുതൽ JCB അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ വേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ DYFI അടക്കമുള്ളവർ, NDRF, മറ്റ് നാട്ടുകാരൊക്കെ ചേർന്ന് തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മണ്ണിടിഞ്ഞ് വീണ് അപകടം പറ്റിയത് 5 പേർക്കാണ്. അവർ 5 പേരെയും രക്ഷപ്പെടുത്തി. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് അറിയാനാകുന്നത്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല അയാളുടെ അവസ്ഥയെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച്. എന്തായിരുന്നാലും 5 പേർ അതിൻ്റെ അടിയിൽപ്പെട്ടിട്ടുണ്ട്. അത് തൊഴിലാളികളാണ് എന്നാണ് പ്രാഥമികമായ സൂചന. പക്ഷേ വിനോദസഞ്ചാരികളടക്കം, യാത്രക്കാരടക്കം ഈ പ്രദേശത്തെ പ്രകൃതി ഭംഗി കാണാനായി എത്തുന്നതാണ്, തുരങ്കപാതയുടെ നിർമ്മാണം കാണാനായി എത്തുന്നതാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ആൾക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ മണ്ണിനടിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള പരിശോധന ആ വിധത്തിൽ പുരോഗമിക്കുന്നത്. എന്തായിരുന്നാലും അവിടുത്തെ സാഹചര്യങ്ങൾ അത്ര സുഗമമായി നമുക്ക് കാണാനാകാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ആ പ്രദേശം ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. കൂടുതൽ NDRF സംഘം വരേണ്ടതുണ്ട്, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ വരേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത്. 5 പേരാണ് കോൺക്രീറ്റ് മണ്ണിന് അടിയിൽപ്പെട്ടത്. കോൺക്രീറ്റ് പാളിയൊപ്പം മണ്ണിടിച്ചിൽ സംഭവിച്ചതിന് ശേഷം കോൺക്രീറ്റ് പാളിയൊപ്പം നിലപ്പതിക്കുകയായിരുന്നു. ഇത്തരത്തിൽ തുരങ്കപാതയ്ക്കുള്ള നിർമ്മാണം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായും കോൺക്രീറ്റ് പാളി താഴേക്ക് വീഴുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ പണിയെടുത്ത തൊഴിലാളികളടക്കം അതിൻ്റെ അടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും 5 പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. അവരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് ആക്കി. കൂടുതൽ പേർ അതിനടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ തീവ്രമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്.